ഹലോ ബ്രോ, എവിടെ എവിടെ? ആ, കണ്ട് കണ്ട് ഇതാ വരുന്നു ബ്രോ. പോവാം. ഡേയ്, നീയാ? അളിയ നീയാ? സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴാ നിന്നെ അവസാനമായിട്ട് കണ്ടേ. നീ ആളാകെ മാറിപ്പോയി. ഞാൻ അപ്പോഴും അതുപോലെ തന്നെ. നീ ഞാൻ മാറിപ്പോയത്. അതിരിക്കട്ടെ, എന്തു പറ്റി? ബൈക്ക് ടാക്സി ഒക്കെ പാർട്ട് ടൈം ഓടുവാണ്. പാർട്ട് ടൈമോ? ഇത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. അതെന്തു പറ്റി? നിനക്കറിയാലോ, ഈ സ്കൂളും പഠിത്തമൊന്നും എനിക്ക് പണ്ടേ ശരിയാവില്ലെന്ന്. എങ്ങനെയൊക്കെ +2 പാസ്സായി. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്ത് തന്നു. വേണ്ടാന്ന് കുറേ പറഞ്ഞു നോക്കി. ഒറ്റ മോൻ, പഠിച്ച് ജോലി കിട്ടി വീട് നോക്കുമെന്ന് വിചാരിച്ച്. അന്ന് പഠിക്കാതെ അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നു. അപ്പം മനസ്സിലായില്ല. പിന്നെ ഇപ്പോൾ ഓരോരോ കമ്പനികളിൽ കയറി ഇറങ്ങിയപ്പോൾ മനസ്സിലായി, വീട് നോക്കാൻ വേറെ വഴിയില്ലാതെ ഊബർ ഓട്ടിക്കേണ്ടി വന്നു. നിനക്കൊരു 40,000 സാലറി ഒക്കെ കാണല്ലേ? അന്ന് മര്യാദയ്ക്ക് ഞാനും നിന്നെ പോലെ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പോൾ സന്തോഷമായി. ശരി, സ്കൂള് കഴിഞ്ഞിട്ടൊന്നും പറയാതെ അങ്ങ് പോയി. അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? അങ്ങനെ ഒന്നും അല്ലളിയ. +2 കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം പോയി. നാട് മുഴുവനും കടന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ പാതിരാത്രി തന്നെ വീട് കഴിഞ്ഞ് വേറെ നാട്ടിൽ പോയി. പുതിയ സ്ഥലം, കാല് നീട്ടി വെച്ച് കിടക്കാൻ പോലും പറ്റാത്തൊരു ചെറിയ വീട്. അമ്മ അനിയത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടളിയ. ചില ദിവസങ്ങളിൽ കഴിക്കാൻ ആഹാരം പോലും ഉണ്ടാവില്ല. അനിയത്തി വെറും പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് സ്കൂളിൽ പോകും. കിട്ടിയ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു എങ്ങനെയൊക്കെയോ എൻ്റെ പഠിത്തം കഴിഞ്ഞു. ദൈവഭാഗ്യം കൊണ്ടൊരു ചെറിയ ജോലി കിട്ടി. ഇപ്പോഴാണ് അമ്മ അനിയത്തിയും കുറച്ചെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നത്. അനിയത്തി പഠിക്കാൻ മോശമൊന്നുമില്ല. അവളെങ്ങനെയെങ്കിലും നിലനിർത്തി പഠിപ്പിക്കണം. അപ്പം അത് മാത്രമുള്ള എൻ്റെ ആഗ്രഹം. ശരിയടാ, പോവാം. ഓ, പോവാം. ശരിയെന്നാ. പോട്ടാടാ. ശരിയടാ, നോക്കിക്കോ. ശരി ശരി, പോണടാ. സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൻ. ഇതായിപ്പോൾ ബൈ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ കാണുമെന്ന് പോലും അറിയില്ല. കാരണം റെസ്പോൺസിബിലിറ്റി എന്നത് എല്ലാവരുടെ ജീവിതവും മാറ്റി.